അവരുടെ ഏരിയയിലൊന്നും പോയി നിൽക്കണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഗ്യാങ്സിന്റെ ഏരിയയിൽ പോയി നിൽക്കണ്ടായിരുന്നു. 15 മിനിറ്റ് കൊടുത്തിട്ടുണ്ട് അവര്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. ഒരു കാര്യം ചെയ്യ്, എങ്കിലേ ഞാനന്നാ പോയി ഈ വണ്ടി റിപ്പയർ ചെയ്ത് ഫ്യൂൽ ചെയ്തേ. ബാക്കിയുള്ള വണ്ടിയെല്ലാം എടുത്ത് സേവ് ചെയ്തടാ. സേവ് ചെയ്യും. അപ്പൊ ഞാൻ സേവ് ചെയ്തിരിക്കാം. എന്റെ വണ്ടി എല്ലാം കറക്റ്റ് ഫുള്ള ആണോ? എന്നാ നീ എന്നാ എല്ലാരും തിരിച്ച് വണ്ടി സേവ് ചെയ്യും. നീ ലാസ്റ്റ് സേവ് ചെയ്യാവളെ. കറക്റ്റ് ഫുള്ളാന്ന് പറഞ്ഞാല് ഇനി ഇറങ്ങുന്ന വണ്ടി സേവ് ചെയ്യാറുണ്ടോടാ നോക്കിയേ. അപ്പൊ നമ്മളെ വണ്ടി ഫ്യൂലും ചെയ്ത് റിപ്പയറും ചെയ്ത് ഒരു വണ്ടി ഞാൻ എടുത്തേ. എല്ലാ വണ്ടി സേവ് ചെയ്യും. അങ്ങനെ പ്ലാൻ. ഓക്കെ 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 ഓക്കെ. ജയിക്കണ നോക്കണ ഏത് വണ്ടിയാ? അയ്യോ അയ്യോ എടാ സോറി സോറി വെയിറ്റ് വെയിറ്റ് മാറി മാറി. വണ്ടി സേവ് ചെയ്തല്ലേ? ഞാൻ അവിടെ പുറത്ത് കാണാം. എങ്ങോട്ടാ എടുത്തെടുത്തോ വണ്ടി ഓരോന്നിട്ട് റോഡിൽ പോണ്ട. എങ്ങോട്ടാ? ഇഞ്ഞെടുത്തോ. ഓക്കെ 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 ഓക്കെ. ഫ്രണ്ടിലോട്ടാ ഫ്രണ്ടിലോട്ടാ. ഗേറ്റിന് അങ്ങോട്ട്. ഇത് ബാക്കിൽ ആരൊക്കെയാ? അതല്ല ബാക്കിൽ നീ എവിടെ? മൂന്നാമത്തെ വണ്ടി ആളുടെ അടുത്ത വണ്ടി. ചന്ദ്ര എവിടെടാ നീ? പുറത്തിറങ്ങി. എന്നോട് കേട്ട വണ്ടിയില്. ഓക്കെ ഓക്കെ ഓക്കെ. ഗുരു എവിടെ? ഗുരു നമ്മുടെ ആയിരിക്കണം വന്ന സക്കീറ എന്നാ നീ ഒന്ന് കണക്കേറിക്ക. ഇതന്നെ 4 പേര് വേണോ ഒരു വണ്ടിയില്? 4 നോക്കാം നോക്കിട്ട് പ്രിയറല്ലേ നോക്കിട്ട് ഇതാക്കാം. എടാ ചന്ദ്ര എന്തിനാ അടിയാണ് അടിച്ചത് നീ ഇവിടെ? ഞാൻ കാണാൻ പോയതായിരുന്നു. തന്നെ വിഷയായിരുന്നാ? രണ്ടുപേരും അമ്മ ആരായിരുന്നു നിന്റെ വണ്ടിക്ക് ചൊറിഞ്ഞോണ്ടിരുന്ന? 2 പേര് എനിക്കറിഞ്ഞൂടാ. അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കാരണം ഞാനും ഇവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് കണ്ടതാ അത് വ്യക്തമായിട്ട്. അതായത് ഞാനും സക്കീർ മാത്രമാണ് വണ്ടിക്ക് വേണ്ടി അവിടെ നിന്നത്. അവര് വ്യക്തമായിട്ട് കണ്ടതാ. അപ്പൊ 4 എണ്ണം വന്നിട്ട് ചുമ്മാ അടിക്കാന്നുള്ള ആർക്കും ഇതിലങ്ങ് വന്നതാ. കൊടുത്തില്ലേ നമ്മൾ അടിച്ച്. അണ്ണാ ഇവിടെ വലിയ വിഷയം നടക്കുന്നത് അവിടെ പെണ്ണ് കെട്ടി സൊള്ളല് വിളിച്ച് പലൊരു കുറച്ച് പൈസ ബാങ്കിലോട്ടോ കുറച്ച് പൈസ ഒരു കോടി രൂപ ബാങ്കിൽ പൈസ. അവര് ലൊക്കേഷൻ അല്ല നമ്മളേല് കെവിൻ കയറുന്നുണ്ടല്ലോ. കെവിനും കണ്ണാപ്പിന്തോ പോരെ. എന്തിനാ മിക്കവാറും ഇവനാണ് കൊണച്ചത്. ഇവനാണ് കൊണച്ചത്. ഇവനെ ലാലോ മാഫിയ എന്നെ ഒഴിവാക്കിയല്ലേ വാസണ്ണല്ലേലും. ഞാൻ മീഡിയം സ്റ്റാറിന്റെ ഇവിടെ നിന്ന് കളിച്ച് വണ്ടി ഇടിച്ച് ചാവാനൊന്നും എനിക്ക് വയ്യ. എന്റെ വണ്ടിയില് ഞാന് വാസവണ്ണൻ മന്ദാര SRK 4 പേരാ. 4ാമത്തെ വണ്ടി
മന്ദാര ഇത് വന്ന് കയറി. വണ്ടിയിൽ സക്കീർ അമ്പത്തൂര് സെക്കൻഡ് വണ്ടി. ലോലിന് ഇലക്ഷൻ മാഡി ഹോസ്പിറ്റൽ ഇപ്പൊ ബാലൻ. ഓ ലൊക്കേഷൻ എല്ലാവരുടെ ആളായില്ലേ? കെവിനെവിടാ? എടാ ഒരു വണ്ടിയില് ഇനി ലൈക്ക് അതായത് 1-2 പേരുള്ള വണ്ടി ഏതാ? 1-2 പേരുള്ള വണ്ടി. ഞാനും മോബിയും. നീയും അലിക്കറ്റ അവനെ കെവിനെ. എവിടെ കെവിനെ എവിടാ? ബാബാ റെഡിയല്ലേ? റെഡി 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 റെഡി. എടാ റെഡി അല്ലേ എല്ലാരും? ലൊക്കേഷൻ പറഞ്ഞോ. എടാ അടിച്ചു കൊടുത്തേക്കണേ കേട്ടോ എല്ലായിടത്തും. പിന്നെ എടാ ഞാൻ പറയട്ടെ, നമ്മൾ ആൾക്കാരെല്ലാം ഒരു സ്ഥലത്ത് കുത്തിട്ട് കളിക്കാതെ, അതായിരിക്കും ബെറ്റർ കുറച്ചുകൂടെ. കുത്തിയും ഇറങ്ങിയാൽ മതി. അതായത് കോള് അപ്പ വിളിക്കുന്ന കോളിനനുസരിച്ച് ഞാൻ കളിച്ചത് എല്ലാരും. കുത്തിയും ഇറങ്ങി കുത്താപ്പനെ ഇറങ്ങിക്കോണം എല്ലാരും. തിളച്ച് നിക്കാണ്. ലൊക്കേഷൻ കൂടെ. ഹലോ ഹലോ എല്ലാരും ഇല്ലേ? ഹലോ ലൊക്കേഷൻ കൊടുക്കണം. പാസണ്ണൻ AFK ആണ്. എടാ എടാ ലൊക്കേഷൻ കൊടുത്ത വേറെ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല അവന്മാരെ നമ്മളെ മൂവിയടാ. മറക്കല്ലേ. ഓക്കെ, ആ ചർച്ചിന്റെ അതുവഴി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവന്മാര് വന്ന് ചാടാൻ വഴിയുണ്ട്. നോക്കി കളിച്ചോ. വണ്ടി തന്നെയല്ലേ എന്താ ഓൾറെഡി ഉണ്ടെന്ന്. അവിടെ നിർത്തിയടാ. അവിടെ പോലെ ചവിട്ടി എടാ ഹോൾഡ് ചെയ്യാ ഫ്രണ്ടിൽ പോന്ന വണ്ടി ഹോൾഡ് ചെയ്യടാ. ചവിട്ട്. ആ സ്കൂളിന്റെ ഫ്രണ്ടിലുണ്ട് അവിടെ തൊട്ട്. 6 മണി 7 1 8 വണ്ടിയല്ലേ ഉള്ളു, വേറെ ഒന്നല്ലല്ലോ. എത്ര കറക്റ്റാ? കറക്റ്റാ. എടാ ടയറേ ചന്ദ്ര കുറച്ച് അഗ്രഷൻ കാണിച്ച് കളിച്ചോട്ടാ നീ. ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഉണ്ടാവേ. കളിക്കുന്നില്ല അപ്പൊ. ഇല്ല ഇവരെ അഗ്രഷൻ കളിക്കട്ടെ. ഹാർമണിച്ചല്ല റബൽ ബിൽഡിംഗ് 6 മണി. വെള്ളം നോക്കിയോളാട്ടാ. ഫാമിലിടാ ഇതിന്റെ മണ്ടയ്ക്ക് വേറെ വണ്ടി ഉണ്ടല്ലോ. വേറെ അത് വേറെ അല്ല അങ്ങോട്ട് പോണ്ട സാൻഡി അല്ലേ? അവരവിടെ തന്നെ ഉണ്ടാവും ജീന്റെ അടുത്ത് മിക്കവാറും. എടാ മിക്കത് ഓപ്പൺ സൈഡ് എടുക്കാൻ നോക്കണ്ട കേട്ടാ. 27 പേരുണ്ട്, നമ്മള് 21 അല്ല. എങ്ങനെയാണോ യൂട്യൂബ് സൈബ് ആണോ അതോ മാക്സിമം ഒരു വണ്ടിനെ കിട്ടുമോ നോക്കണേ. ഇൻഫോ എടുത്തിട്ട് നോക്കാം നമുക്ക്. ചടയിൽ ചാടിക്കൽ കമ്മിറ്റി അല്ലേട്ടാ. എങ്ങനെ കുത്തോടെ ഒരു മിനിറ്റ് ചാടി കയറി കുത്തോടാ. നമുക്ക് ഒരു വണ്ടീനെ എടുത്ത് കളിക്കാൻ. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആര് വിളിച്ചാലും കോള്, ആര് കുത്താൻ വിളിച്ച് ഹെൽപ്പ് ബാക്ക് വിളിച്ചാൽ അവിടെ കുത്തിക്കോ കേട്ടാ. എടാ എന്നും പറഞ്ഞ എല്ലാരും കൂടെ അലക്കല് കേട്ടാ റേഡിയോയില്. അതെ ഞാൻ പറഞ്ഞേ, ഇൻ കേസ് ഏതെങ്കിലും വണ്ടി എവിടെയെങ്കിലും പെട്ട് കുത്താൻ പറയുവാണെങ്കിൽ അവിടെ കുത്തിയെടുത്തോ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഫ്രീ വാങ്ങല്ലേ. ചാറ്റിലിങ്ങനെ ഇത് മാത്രമല്ലേ ഇവിടെ ഉണ്ട് തോന്നിക്ക് കത്തുന്നത്.
അത് മേ ബി ഇവിടെ 2 ഗ്യാങ് ഉണ്ടോ? അതെ അതല്ല എനിക്ക് അല്ല വേണ്ട ഞാൻ പറഞ്ഞ വേറെ രീതിയായി പോകും. വേണ്ട പാപ്പ, ഇന്നവന്മാർക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. അതേതാടാ ഗ്യാങ് അപ്പുറത്ത്? എടാ സാൻഡി ഓൾറെഡി ടേക്കണെന്ന് പറഞ്ഞിട്ട് അവർ ഇട്ടായിരുന്നു ഇതില്, കണ്ടായിരുന്നു നിങ്ങളത് വാട്സാപ്പില്? സാൻഡി ഓൾറെഡി അതല്ലേ പറഞ്ഞത് റേഡിയോയിൽ, അതാണ് ഞാൻ ചോദിച്ചത്. ഹാർമണി വിളിക്കട്ടെ എന്ന്. അവർ ഓൾറെഡി ടേക്കണെന്ന് പറഞ്ഞിട്ടായിരുന്നു സാൻഡി. വെറുതെ ഇനി അതിനകത്ത് കയറിയതാണല്ലോ. നമുക്കെന്നാ ഇവിടുന്ന് മാറിയല്ലോ. വേറെ മാറാം. കണ്ണാപ്പി ആരൊന്ന് പിക്കടാ. ഒറ്റയ്ക്കല്ലേ പോണ്ടേ? ഒരുമിച്ച് വന്നിരിക്കുന്നല്ലോ. ഒരുമിച്ച് ഒരുമിച്ച് ഒരു വണ്ടി എടുത്ത് കണ്ണാപ്പ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? കണ്ണാപ്പി എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഒരു വണ്ടി എടുത്ത് റിബൽ ബിൽഡിംഗ് യൂട്യൂൾസ് വാടാ കണ്ണാപ്പി ഒരു വണ്ടി എടുത്ത്. അല്ല റിബൽ ബിൽഡിംഗിലോ, റിബൽ ബിൽഡിംഗ് ആവട്ടെ, അതായിരിക്കും കുറച്ചിട്ടല്ല. നമ്മൾ അങ്ങോട്ട് ഓരോ വണ്ടികളിലും ഓരോന്ന് ടയർ അടിച്ചു പൊട്ടിച്ചിട്ട് ഓരോരുത്തരെ പിക്ക് ഓഫ് ചെയ്ത് അങ്ങനെ കളിച്ചത് കേട്ടോ. ആദ്യമേ നിന്ന് കുത്തി അങ്ങ് എടുക്കണ്ട. യൂട്യൂബിൽ വേറെ വണ്ടി കുറെ കിടക്കാം. നിങ്ങളൊക്കെ എവിടെ ലൊക്കേഷൻ എന്ന് പറയുമോ? നമ്മൾ യൂട്യൂബ്സ് കഴിഞ്ഞിട്ടുള്ള എടുത്ത് ഡിഷ് അറിയാവോ? ഡിഷ് അറിയാവോ പാപ്പ? ഡിഷ് മറ്റേ ആന്റിന റിബൽ ബിൽഡിംഗ് അല്ലേ? ആ റിബൽ ബിൽഡിംഗിലോട്ട് പോണ വഴി എടാ എക്സ്പെക്ട് ചെയ്യണേ, ഇവിടെ ചെറിയ ലാഗ് അടിക്കുന്നത് എനിക്ക്. അവിടെ വേറെ ഓൾറെഡി ഏതോ ഗ്യാങ് ഉണ്ട്. മേളിൽ ഇതാരെ നോക്കി അത് വേറെ എടാ അങ്ങനെ നമുക്ക് പെലറ്റ് എല്ലാം കളിക്കേണ്ടി വരും. അവന്മാരോട് തിരിച്ച് ലൊക്കേഷൻ ചോദിക്കടാ. അമ്മാരുടെ ലൊക്കേഷൻ വരും. പിങ്ങിട്ടെ KKB ആയിട്ട് കളിച്ചില്ലേ ആ ഏരിയ? എന്നാ പിന്നെ റിബൽ ബിൽഡിംഗ് കഴിഞ്ഞിട്ട് നേരെ വായേ. കമ്മിങ് എവിടെ നിന്റെ കുഞ്ഞമ്മ വീട്ടിലാൻ ചോദിച്ചു. സാൻഡിൽ വേറെ ആളുണ്ടെന്ന് പറ. സാൻഡിലോട്ടായിരിക്കും കമ്മിങ്. കണ്ണാപ്പി എവിടാന്ന് പറഞ്ഞാ ഒരു അപ്ഡേറ്റ് പറഞ്ഞു. അതാ ഞാൻ ഡ്രസ് ഷോപ്പിന്ന് എന്റെ കൂടെ ഉള്ളവന്മാരൊക്കെ കൂട്ടണേ ഉള്ളൂ. ഞാൻ നീ ജയിലിന്റെ ആ ഏരിയ ജയില് ജയിലിലവിടെ കാണും. ജയിലിലവിടെ അവനെ ആരെ പിക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഏത് വണ്ടിയിലെ ആള് കുറവുള്ള? എന്റെ വണ്ടി ഫുള്ളാണ്. അപ്പം മിക്കാൻ പറഞ്ഞു. ഞാൻ മിക്കതളാം കണ്ണപ്പ ഇതുവഴിയാണോ വരുന്നേ? അല്ല സിറ്റിസൺ വണ്ടിയിലല്ലേ? എടാ 2 പേരുള്ള വണ്ടികൾ ആരൊക്കെയായിരുന്നടാ കളിക്കുന്നത്? ഞങ്ങളുടെ വണ്ടി 3 പേരുണ്ടാ. 2 പേര്. അതായത് എടാ എത്ര ഉള്ളു? ഇറങ്ങി ടയർ പൊട്ടിക്കുന്ന പിള്ളേരാരൊക്കെയാ? 2 പേര്. നമ്മുടെ ആരെ കത്തിയേ? ഇറങ്ങി അടിച്ചോളാം. പക്ഷെ എന്റെ ബാലനുണ്ട്. അങ്ങനെയാ നീ ഒരു കാര്യം ചെയ്യും. നീ വണ്ടി കുത്തിയിട്ടേ ബാലിനോട് ഇറങ്ങി അടിക്കാൻ പറഞ്ഞാൽ നീ ഇറങ്ങണ്ട. മനസ്സിലായോ? ടയർ മാത്രം ഏതെങ്കിലും ഇപ്പൊ എല്ലാരും എവിടാണ്? നമ്മള് മറ്റേ KKB അടിച്ച മലയില്ലേ? പിങ് കാണുന്നുണ്ടോ? സാൻഡി എയർഫീൽഡിന്റെ അവിടെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീലിനോടാ ഞാൻ. ഇത് നീലിനാണോ? ഈ പിന്നിലോട്ടൊന്ന് വന്നേടാ. ഈ വണ്ടി ഈ പിന്നിലോട്ട് വണ്ടി കത്തിയേ ഇവിടെ കണ്ണാപ്പ എവിടെയാടാ? ക്വസ്റ്റ്യൻ മാർക്ക് കാണിച്ചില്ല. കാണിച്ചാ വേറെന്തോ ശ്രദ്ധിച്ചോണ്ടിരിക്കായിരുന്നു. അല്ലേ? എടാ കണ്ണാപ്പി ബൈക്കിലാണോ വരുന്നത് നീ? അല്ലല്ല കാറില് 2 വാറുണ്ട്. ഏത് വാറാണ് ഹോൾഡ് പറഞ്ഞ? മാസാജി അവിടെ ഇതായി വീഡിയോമായി അമ്മാരെ കാര്യങ്ങളെ. ഇവിടുത്തെ അഡ്മിൻസിന്റെ തലപ്രാന്ത് നീ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കി ചന്ദ്ര. അടുത്ത് KTM അക്സെപ്റ്റഡ് സ്റ്റാൻഡ് 2 ഗ്യാങ് പലറ്റോ XXX
എടാ എന്താ സം 30 ഗ്യാങ്ങിലെ അമ്മ അവർക്കും ഓൾ വാർസ് കണ്ടിന്യൂ ഓൺലി അവരാളെ കൂട്ടാൻ വേണ്ടിട്ട് ടൈം എടുത്തോണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തിനാണ് 29 പേരായി. 29 ലക്ഷം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ അല്ലടാ നമുക്ക് ഈ ഹാർമോണിൽ ചടിക്കാൻ പറ്റുമോ? ഹാർമോണിൽ വേറെ ആളില്ലേ ഓൾറെഡി? ഒരു സിറ്റിസൺ വണ്ടി വന്ന ആരാ കണ്ണാപ്പിയാണോ? ഈ ഉള്ള ഗ്യാപ്പിൽ എടാ നമുക്ക് ആ വിൻഡ് ബില്ല് പിടിച്ചാലാ. അപ്പൊ ആ വിൻഡ് ബില്ല് പിടിക്കാൻ പറ്റുള്ള അഭിപ്രായം എന്താ? വിൻഡ് ബില്ല് സൈഡ് ഓപ്പൺ ആണ്. 29 പേരുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജ് പോയാലോ? അപ്പൊ മറ്റേ പ്ലെയിൻ ക്രാഷിന്റെ അവിടെ അവര് ഈ വഴിയല്ലേ വരും. നമുക്ക് ടോണ്ട് ചെയ്യാം. അല്ല അപ്പൊ നമ്മുടെ പ്രീ ബാറില്ല. അപ്പൊ നമുക്ക് ഏത് സ്ഥലം വേണം എടുക്കാലോ. അങ്ങനെ ഒരു നിശ്ചിത സ്ഥലം ഇല്ലല്ലോ നമുക്ക്. ഇല്ല അങ്ങനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത് വിൻഡുബിൽ എടുക്കുന്നോണ്ട് ഈ മലയിലെ റെയിൽസിന്റെ മലയിൽ നിന്ന് ടയർ അടിച്ചു പൊട്ടിച്ചിട്ട് അങ്ങനെ കളിച്ചാൽ മനസ്സിലായി. അവിടെ കുത്തണ്ട, അവിടെ കുത്തി കളിച്ചാൽ അവർക്കുണ്ട്. ഈ വണ്ടി മറിയും ഇവിടെ കല്ലിന്റെ ഇവിടെ അറിഞ്ഞ അങ്ങനെയുണ്ട്. നമുക്ക് ഓഫ് റോഡ് ഒരുപാട് പോകാൻ പറ്റത്തില്ലേ. നമ്മൾ ഇവിടെ ആണ് മാർക്ക് നോക്ക്. പാലത്തിലുണ്ട്. ബ്രിട്ടിന്റെ അടുക്ക വാടാ. അപ്പുറത്തെ കറണ്ട് പോയില്ല, കറണ്ട് വന്നിട്ടില്ല. കറണ്ട് ലൊക്കേഷൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞല്ലേ? ലൊക്കേഷൻ വെക്കുന്നേ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ലൊക്കേഷൻ എയർഫീൽഡിലോട് ഇല്ലാണ്ടായി പോവാൻ വരെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇറങ്ങിട്ട് ഹലോ എല്ലാരും എല്ലാരും ഞാൻ പുന്നമൂട് കൂടൽ ജംഗ്ഷന്റെ അടുത്ത്. അപ്പൊ അവര് ഒരെണ്ണം പറയും, പിന്നെ ഇത് തള്ളക്കുള്ളിയില് കലാശിക്കത്തുള്ളൂ. 2ാം മാർക്ക് ബാങ്ക് കിട്ടുമല്ലോ. എയർഫീൽഡ് ആരാ എലിയെ പെണ്ണാണ് അതിനകത്ത്? ഇറങ്ങി നിന്നിട്ട് ആരടിച്ചു പൊട്ടിച്ചാലോ? നമ്മുടെ അല്ല അവരല്ല. എയർഫീൽഡ് ഉണ്ട് ലോല. എയർഫീൽഡ് ലെഫ്റ്റിൽ വരുന്ന അമ്മാരാണോ നോക്കിയേ? അതവരല്ലേ? അവിടെ ഒറ്റ വണ്ടി വാ. എന്റെ പിങ്ങ് വാ. വണ്ടിയല്ല അവിടെ ഉണ്ട്. എല്ലാരും ഉണ്ട്. തെറിച്ചേക്ക് പോകേണ്ടത് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങി അടിച്ചു. നിങ്ങൾ ഇവിടെ ഇറങ്ങി അടിച്ചു. വാസന അവര് കൺഫേം. അവിടെ പെടല്ലെങ്കിൽ പറഞ്ഞേ. ഈ പിങ്ങ് പറഞ്ഞേ. വിളിച്ചു പറഞ്ഞേ. തിരിച്ചു വരാവോ? ഇവിടെ ബ്രിഡ്ജ് വാ. അവര് വരുന്നേ വണ്ടിയിൽ കയറി ഇറങ്ങി നിക്കല്ലേ? എല്ലാത്തിനും പഠിക്കും ഇറങ്ങി എടാ അമ്മര് ഭയങ്കര അഗ്രഷൻ കാണിക്കുന്നുണ്ട് അമ്മര്. കുഴപ്പമില്ല. ടയർ പൊട്ടിച്ചാൽ ആളിന്റെ വില അത്രേ ഉള്ളൂ. റിവേഴ്സ് പോണാര് ഇവിടെ വന്നേ. പിങ് വന്നേ. സപ്പോർട്ട് വന്നേ. രണ്ട് വണ്ടിയുള്ളൂ ഇവിടെ. ഇറങ്ങി ടയർ അടി. ബാക്കി വണ്ടി സപ്പോർട്ടർ വന്നു. പാലത്തിന് വേണ്ടിക്ക് അവന്മാര് ഇറങ്ങിക്കുന്നത്. എല്ലാ വണ്ടി ഇങ്ങോട്ട് പിങ്ങി വാ. എല്ലാരും കൂടാ ഇറങ്ങി വേറെ വണ്ടിയുള്ളത്. ടയർ പൊട്ടിക്കില്ല തന്നെ. ആൾക്കാർ കയറി വണ്ടി കയറി. ഇവിടെ കുത്തി. ചൂടാ കണ്ട്
നമ്മുടെ പിള്ളേർ മോളി കുത്തി അടിപൊളിയടാ സൂപ്പറാ താഴെട്ടടി എടാ ഇവർ കുറെ പേരുണ്ട് പക്ഷെ ഇവരെങ്ങനെ അടിക്കുന്നോട് ഞാൻ ആലോചിക്കുന്നത് കൂട്ടയോട്ടോ അടി മക്കളെ കേറി അടിയടാ പണ്ണല്ലത്തിന് ചുമ്മാ പണ്ണ കിട്ടില്ലാങ്കളാ നമ്മളെ ഇവരെ വളഞ്ഞിട്ട് അടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഇവരെ വളഞ്ഞിട്ട് വണ്ടി എടുക്ക് എടാ വണ്ടി എടുത്ത് കറങ്ങ കേട്ടാ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചോ ചുമ്മാ അടിക്കാം വണ്ടി ഇതിട്ട് ചുമ്മാ അടിക്കാം മോനെ നീ പുല്ലിൽ ഒരു ടീം വന്നാട്ടാ ഗൈസ് നമുക്കൊരു സെക്കൻഡ് ആടിന്റെ ലൈവെല്ലാം കാണാം അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ആണ് അടിച്ചിട്ടുണ്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നീലൻ ഡൗൺ ആണ് നീലൻ ഡൗൺ ആയിട്ടുണ്ട് T47 ടിവിയുടെ ഇത്രയും പ്ലേയേഴ്സ് ബാക്കിയാണ് അടിച്ചെടുത്തോ എടാ അതെങ്ങനെ മോനെ കുറുപ്പ് ഞാൻ ഇവരൊക്കെ ഈഗിള് വരെ ബാക്ക് സ്റ്റാബ് അടിച്ചു കളഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈഗിളിന്റെ ഒക്കെ ബാക്ക് സ്റ്റാബ് മോനെ നീയൊക്കെ മുമ്പാന്ന് വിചാരിച്ച അങ്ങ് ചുമ്മാ വന്നിട്ട് കുണ്ണേ അത്രേ ഉള്ളൂ മക്കളെ അത്രേ ഉള്ളൂ വിളിക്ക് എല്ലാത്തിനെയും കത്തിറ വായിട്ട് കത്തിയോടെ എല്ലാത്തിനെയും കത്തിക്കറല്ലേ എടാ കത്തിക്കറല്ല അതിനെ മാരങ്ങ് നമ്മളെ വന്നങ്ങ് മൂഞ്ചിട്ടങ്ങ് പോകാന്ന് വിചാരിച്ച് വിലയാടികള് മോനെ നമ്മള് 24 പേര് മനസ്സിലായ 24 പേര് ലോൽ മൊമെന്റ് 24 പേര് സോറി 23 എസ്ആർക്കില്ലല്ല 23 പേര് നിന്ന് 29 അടിച്ച് പട്ടി അടിക്കുമ്പോൾ അടിച്ച് ഒന്നുമില്ല അതിൽ ഒരു സംസാരം ഇല്ല ഈകളെ അത്ര 23 നിന്ന് 29 കിടത്തി അത്രേ ഉള്ളൂ തന്റെ 2-3 ബംഗാളികളെ കൂടെ കൊണ്ടുവരാൻ ഇനി അടിക്കാൻ പന്ന പോലെയാടികള് 30 പേര് നശിച്ചല്ലോ 30 പേര് നശിപ്പിച്ച് അത്രേ ഉള്ളൂ 21 പേരുടെ മുന്നിലൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല എടാ ഞാൻ എഴുതി പറഞ്ഞടാ നീ അതായത് ഇവന്മാര് എല്ലാം കൂടെ കൂട്ടോണം അവന്മാർ താഴെ ഇറങ്ങി ഓടിയപ്പോഴേ നിങ്ങൾ മോളി വന്നില്ലേ കൊറേ പേര് നിങ്ങൾ കുറച്ച് ടീം മോളി വന്നില്ല അന്നേരം ഞാൻ വിചാരിച്ചു ഇവരെ പണ്ണുവന്ന് ഓപ്പണിൽ കിടന്ന് ചെതറി ഓടണ ഒരു കൂട്ടം ഞാനാണെങ്കിൽ അടിച്ചോണ്ടിരിക്കും റിഫ്രഷ് പോലും ചെയ്യാൻ രോമാഞ്ച മൊമെന്റ് എന്തിനു അറിഞ്ഞൂടാ ആ കൗണ്ടിന്റെ ആണോന്ന് അറിഞ്ഞൂടാ 29 വെച്ചിട്ട് ചുമ്മാ സീൻ കളി അഡ്മിൻ ലൈവിൽ പോലും അവര് വിചാരിച്ചില്ല